നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്നലെ US മാർക്കറ്റിൽ അതിശക്തമായ ഒരു ഫോളാണ് ഉണ്ടായത്. ടെസ്ല പോലുള്ള സ്റ്റോക്കുകൾ 15% മുകളിൽ കറക്ഷൻ കിട്ടി. കൂടാതെ തന്നെ ഡോയും നാസ്ഡാക്കിൽ തന്നെ 4% ഒരു ഫോള്. നാസ്ഡാക്ക് 2020 ശേഷം നടന്ന ഏറ്റവും സീവിയർ സെല്ലിങ്ങിനാണ് ഇന്നലെ US മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളില്ലാതെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയത്. എന്നാൽ പ്രതീക്ഷകൾ ഇല്ലാതെ മാർക്കറ്റിൽ ഒരു പുതിയ പ്രതീക്ഷ നൽകിയാണ് മാർക്കറ്റ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. 22,497, 22,500 തൊട്ട് താഴെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതും ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു സിംഗിൾ ഡേ കൊണ്ട് 27% ഒരു ഫോള് ഉണ്ടാക്കിയ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു ഫോള് ഇമ്പാക്റ്റ് ആയില്ല എന്ന് ചോദിച്ചാൽ ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 350 പോയിൻറ്റിൻ്റെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. സെയിം ടൈം നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, 35 പോയിൻറ്റിൻ്റെ ഒരു ഹൈ. കൂടാതെ തന്നെ ഫിൻ നിഫ്റ്റി ഏകദേശം ഒരു 140 പോയിൻറ്റിലേറെ റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടു. ബാങ്ക് നിഫ്റ്റി എന്നാൽ നെഗറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. അപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു സിംഗിൾ ഡേ കൊണ്ട് 27% ഒരു ഫോളാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രധാന താരം എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ എല്ലാം തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 80,000 കോടി രൂപയാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് ഫോളായിട്ടുള്ളത്. ഓൾറെഡി തന്നെ സ്റ്റോക്ക് അതിൻ്റെ പീക്കിൽ നിന്ന് 55% ഒരു ഫോള് കണ്ടു. ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് ഏകദേശം 27% ഒരു ഫോള് കണ്ടു. അപ്പോൾ എന്താണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഉണ്ടായ ഒരു പ്രശ്നം? പ്രധാനമായിട്ടും RBI ഇനീഷ്യേറ്റ് ചെയ്ത് ഒരു ഇൻറ്റേർണൽ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ റിവ്യൂയുടെ അടിസ്ഥാനത്തിൽ ഒരു ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ ഒരു ഡിസ്ക്രിപ്പൻസി ഫൈൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. കൂടാതെ തന്നെ അവരുടെ ലീഡർഷിപ്പ് അൺസർട്ടനിറ്റി ഉണ്ടായിട്ടുണ്ടെന്നുള്ള രണ്ടാമത്തെ കാരണം. അതായത് CEO സുമന്ത് കാത്പാലിയ വീണ്ടും CEO ആയിട്ട് നിയമിച്ചു. പക്ഷേ 3 വർഷം നിയമിച്ചത്, അതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്തത് 3 വർഷമാണ്. പക്ഷേ RBI കൊടുത്ത എക്സ്റ്റൻഷൻ 1 ഇയർ മാത്രമാണ്. അപ്പോൾ അൺസർട്ടനിറ്റി, ആ ഒരു ലീഡർഷിപ്പിലൊരു അൺസർട്ടനിറ്റി ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. കൂടാതെ വീക്ക് പെർഫോമൻസ് ഇവർ മാത്രമല്ല, ഒരുപാട് സ്റ്റോക്കുകളുണ്ടായി. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ വീക്ക് പെർഫോമൻസ് 39% ഇയർ ഓൺ ഇയർ ഡ്രോപ്പ് അവരുടെ നെറ്റ് പ്രോഫിറ്റിലുണ്ടായി എന്നുള്ളതാണ്. 2,301 കോടി രൂപയിൽ നിന്ന് കമ്പനി 1,402 കോടി രൂപ പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ പ്രോഫിറ്റിലുണ്ടായൊരു കുറവ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മറ്റൊരു കാര്യമുള്ളത്, ഇവരുടെ മൈക്രോ ഫിനാൻസ് വായ്പകൾ ഇവർ സെയിലിന് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾ ടുഗദർ എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒരു സിംഗിൾ ഡേ കൊണ്ട് 27% ഒരു ഫോൾ ഉണ്ടായി. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോണിക്സ് മിൽസ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, DLF റിയാലിറ്റി കമ്പനിയാണ്, ഒബ്രോയ് റിയാലിറ്റി കമ്പനിയാണ്. ഇവരെല്ലാം തന്നെ ഒരു 4 to 7% ഒരു റാലി കണ്ടു. അപ്പോൾ ഇന്നലെ ഏകദേശം 700 പോയിൻ്റ് ഇടിഞ്ഞ US മാർക്കറ്റ് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം മോർണിംഗ് US ഫ്യൂച്ചർ നെഗറ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു റിക്കവറി രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും. ഇന്നലെ ടെസ്ല എല്ലാം തന്നെ 15% ഒരു ഫോൾ ഉണ്ടായി. അപ്പോൾ എങ്കിലും സിറ്റി ഗ്രൂപ്പ് US മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തു. ഒട്ടനവധി സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം തന്നെ ചൈന പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ചൈനീസ് മാർക്കറ്റിനെ ഈ സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോളറ്റിലിറ്റി ആയിട്ടുള്ള ഒരു സെക്ഷനിൽ ഗോൾഡ് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റാലി രേഖപ്പെടുത്തി. $23 പെർ ഔൺസിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. അതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് റിക്കവറി മോഡലാണ്. FTSE UK മാർക്കറ്റാണ് 14 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റ്. CAC 40 ഫ്രാൻസാണ് ഏറ്റവും താഴെയാണ് കാണുന്നത്, പ്ലസ് ആണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് രേഖപ്പെടുത്തി 14. ഡോ ഫ്യൂച്ചർ കാണാം 114 പോയിൻറ്റിൻ്റെ പ്ലസ് ആണ്. ജപ്പാൻ കൊറിയ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ചൈന പോസിറ്റീവായിരുന്നു. ഷാങ്ഹായ് കാണാം. AX200 ഓസ്ട്രേലിയ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇടിവിലാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമതാണ് ഗോൾഡ് കാണാം. $22 ഉയർന്നു പെർ ഔൺസിന്. അതിന് മുകളിലുള്ള ബ്രൻ്റ് ഓയിൽ $70 പെർ ബാരൽ. ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 80,000 താഴെ പോയതായിരുന്നു.
അപ്പോൾ കുറച്ച് റിക്കവർ ചെയ്തു. 81,700 ബിറ്റ് കോയിൻ്റെ സ്പോട്ടിലുള്ളത്. US മാർക്കറ്റ് ഉള്ള ഇന്നലത്തെ ആ ഒരു കനത്ത ഫോൾ കാണാം. പെർസെൻറ്റേജ് വൈസ് ഒക്കെ ടെസ്ല ഇടിഞ്ഞിരുന്നു. എന്നാൽ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ടെസ്ല കാണാം 1.67% ഒരു സ്പൈക്ക്. ഒട്ടുമിക്ക ടെക്നോളജി സ്റ്റോക്കുകളും ഈ നമ്മളുടെ US മാർക്കറ്റിൽ ഒരു റിക്കവറി മോഡിലേക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്, ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, സ്റ്റോക്കുകളിൽ ഉള്ള വാർത്തകളാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ വളരെ കുറഞ്ഞ ഫീസിൽ ഇരുന്ന് പഠിക്കാനും ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വാട്സപ്പിൽ ബന്ധപ്പെടാം, നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം കമ്പനി CLSI ഈ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. സ്റ്റോക്ക് ഇന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പെർസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. ഗോദ്രേജ് അഗ്രോവേറ്റ് കമ്പനി, ഗോദ്രേജ് അഗ്രോവേറ്റ് കമ്പനിനെ സംബന്ധിച്ചുള്ളൊരു വാർത്തയുള്ളത്, ക്രീം ലൈൻ ഡയറീനെ 930 കോടി രൂപക്ക് ഗോദ്രേജ് അഗ്രോവേറ്റ് കമ്പനി അക്യൂർ ചെയ്തു എന്നുള്ള വാർത്തയുണ്ട്. പോളി മെഡിക്യൂർ കമ്പനി, ഇവരുടെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ 54 പ്രൊഡക്റ്റ് യൂറോപ്പിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തതായിട്ടുള്ള ന്യൂസാണുള്ളത്. പോളി മെഡിക്യൂർ. വാരെ റിന്യൂവബിൾ കമ്പനിക്ക് 740 കോടി രൂപയുടെ ഓർഡർ കിട്ടി. CJ പവർ കമ്പനിക്ക് 400 കോടി രൂപയുടെ റെയിൽവേ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. എയർടെൽ കമ്പനി എലൻ മസ്കിൻ്റെ സ്പേസ് എക്സ് ഇന്ത്യയിൽ ബിസിനസ് ആരംഭിക്കും എന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്പേസ് എക്സ് ആയിട്ട് എയർടെൽ സഹകരിക്കും എന്നുള്ള ഒരു വാർത്ത ഉണ്ട്. ഹീറോ മോട്ടോ കോർപ്പ് ഏതറിൻ്റെ ബിസിനസ് കുറച്ച് സ്റ്റേക്കുകൾ ഹീറോ മോട്ടോ കോർപ്പ് അക്യൂർ ചെയ്യും എന്നുള്ള ന്യൂസുകളുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, ഈ 2 ബാങ്കുകളെ ഫിച്ച് എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. മാക്രോ ടെക് ഡെവലപ്പേഴ്സ് ബോംബെ ആസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ്. 279 കോടി രൂപ മുടക്കി ലാൻഡ് അവർ അക്യൂർ ചെയ്തു. റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. മാക്രോ ടെക് ഡെവലപ്പേഴ്സ് ഒരു റിയാലിറ്റി കമ്പനിയാണ്. ഇൻ്റലക്റ്റ് ഡിസൈൻ അറീന കമ്പനി ഇൻഷുറൻസ് കമ്പനി ആയിട്ട്, US-ലുള്ള ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ട് US-ൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. ഇൻ്റലക്റ്റ് ഡിസൈൻ അറീന കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസാണത്. ഈസി മൈ ട്രിപ്പ് കമ്പനി, മാംഗ്ലൂരിൽ അവരുടെ പുതിയ ഫ്രാഞ്ചൈസി ഈസി മൈ ട്രിപ്പ് ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ചോളമണ്ഡൽ ഫിനാൻസ് കമ്പനി, ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 20% ഉയർത്തിയിട്ടുണ്ട്. ചോളമണ്ഡൽ ഫിനാൻസ് കമ്പനി. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. നാളെ രാവിലെ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസുകളായിട്ടൊക്കെ എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.